നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താലി എടുക്കുമ്പോഴും അത് പൂജിക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നാ പണ്ടുള്ളവര് പറയാറ്. അതറിയാതെ എങ്ങാനും പൊട്ടിപ്പോയാ അതിന്റെ ദോഷം ഭർത്താവിനാ. ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയാൻ വരെ സാധ്യതയുണ്ടെന്നാണ് വിശ്വാസം. നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ മഹേട്ടനും നീയും തമ്മിൽ വേർപിരിയേണ്ടി വന്നാലോന്ന് ഓർത്ത് പറഞ്ഞു പോയതാ. അതൊന്നോർത്ത് ശ്രേയച്ച് പേടിക്കണ്ട. ഞാൻ എന്റെ താലി വളരെ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അത് പൊട്ടിയൊന്നും പോവാതെ ഞാൻ സൂക്ഷിച്ചോളാം. മഹേട്ടനും ഞാനും തമ്മില് അങ്ങനെയൊന്നും പെരിയില്ല ശ്രേയച്ചി. അതെ, പിരിയരുത്. ഞാനൊരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഗംഗ അതെല്ലാം ശ്രദ്ധിക്കുമെന്നും സൂക്ഷിക്കുമെന്നൊക്കെ എനിക്കറിയാം. അവളുടെ മുഖത്തെ സന്തോഷവും പുഞ്ചിരിയും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ പുഞ്ചിരി മാഞ്ഞ് അവള് കരയണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയില്ലേ? അറിയാം. ആ നകുലിനെ കൊണ്ട് ഇനി പ്രയോജനമൊന്നുമില്ല. അവൻ തീർന്നു. അവന്റെ ബോസ് ഇപ്പൊ അവനെ കൊന്നിട്ടുണ്ടാവും. നമുക്കിനി പുതിയ വഴികൾ തേടണം. പല പ്ലാനുകളും മനസ്സിലുണ്ട്. അങ്ങനെ പല പ്ലാനിന്റെ ആവശ്യമൊന്നുമില്ല. ഒറ്റ പ്ലാൻ മതി. അതില് തീരണവള്. ഒരിക്കലും തിരിച്ചു വരാനാവാത്ത രീതിയിൽ ഗംഗ അവസാനിക്കണം. ഗംഗ ഇനി ഇങ്ങനെ വിട്ട ശരിയാവില്ല. എന്റെ ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയിലാ. ഗംഗയെ തീർക്കാൻ തന്നെ എന്റെ തീരുമാനം. ഗംഗയെ രക്ഷിക്കാൻ ഇനി ഗൗരി വരരുത്. അതിനെന്തെങ്കിലും കടുകെ ചെയ്തേ പറ്റൂ. ശ്രേയ വിളിച്ചപ്പോഴേ ഞാൻ ഗുരുവമ്മയുമായി കാര്യങ്ങൾ സംസാരിച്ചു. ഗൗരിയെ തിളയ്ക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കില്ലെന്നാ ഗുരുവമ്മ പറയുന്നത്. ഗൗരിയെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ ഗുരുവമ്മ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തയ്യാറാകും വരെ ഗൗരി സ്വതന്ത്രയായി അലയട്ടെ. അതുവരെ കാത്തിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അതിനു മുമ്പ് എനിക്ക് ഗംഗയെ ഇല്ലാതാക്കിയേ പറ്റൂ. പിന്നെ ഒരു വഴിയുണ്ട്. എന്താ അത്? ശ്രേയയ്ക്ക് പറയുന്നത് മനസ്സിലായോ? ഇത് മതി. ഗംഗയെ അവസാനിപ്പിക്കാൻ ഇത് മതി. എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായം ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം നടക്കണം. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവരുത്. നിങ്ങള് എന്താണെങ്കിലും പ്ലാൻ ചെയ്തോളൂ. ശ്രേയ ആവശ്യപ്പെട്ട പോലെ ഒരാളെ എനിക്കറിയാം. സേഫാണ്. ഞാൻ അയാളെ വിളിച്ചു വരുത്താം. അത് മതി. ഞാൻ വിചാരിച്ച ഇതിന് പറ്റിയ ഒരാളെ കിട്ടാൻ പ്രയാസം. പിന്നെ കാര്യം കഴിഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാ ഞാൻ രാഹുലിനോട് സഹായം ചോദിച്ചേ. ഇത് ഞാൻ ഏറ്റു. ഇപ്പൊ തന്നെ ഞാൻ അയാളെ വിളിച്ച് നാളെ തന്നെ വരാൻ പറയാം. ശരി. ഇത്രയും അപകടം പിടിച്ച ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഇതിൽ ഗൗരി ഇടപെടാൻ സാധ്യതയുണ്ട്. അവള് നമ്മുടെ പ്ലാൻ തകർക്കും. അത് സൂക്ഷിക്കണം. ഇല്ല, ഇത്തവണ അവളൊന്നും ചെയ്യില്ല. അക്കാര്യത്തില് 100% ഉറപ്പുണ്ട്. കറണ്ടിന്റെ കാര്യം കറക്റ്റ് അല്ലെങ്കിൽ ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. സീമേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനും നോക്കട്ടെ സർ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. അത് മതി. ശരി, പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് വേഗം ജോലി തീർക്കണം. നിങ്ങൾ പറഞ്ഞത് സെറ്റ് ചെയ്യാൻ അധിക സമയമൊന്നും എടുക്കില്ല സർ. ശരി, തുടങ്ങാം. ഗംഗേ,
അയാള് കംപ്ലൈന്റ് എന്താന്ന് ശരിക്കും ചെക്ക് ചെയ്യട്ടെ. കുറച്ച് സമയത്തേക്ക് നീ ഒന്ന് മാറിക്കൊടുക്ക. ശരി. അതാണ് ശ്രേയ. എന്താടി ഇവിടെ നടക്കുന്നേ? അതൊക്കെ ഞാൻ പറയാം. അമ്മ വാ, ദേ തുടങ്ങിക്കോ. പറഞ്ഞ പോലെ. എടി, ശരിക്കും നിന്റെ പ്ലാൻ എന്താ? എന്നോടെങ്കിലും ഒന്ന് പറയ. ആ ഇലക്ട്രീഷ്യൻ ഗംഗയെ ഷോക്കടിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും റെഡിയാക്കി വെക്കും. പിന്നെ എന്താവോന്ന് പറയണ്ടല്ലോ. പിന്നെ എന്താവെന്ന് പറയണ്ട, ഞാൻ പറയാം. ഗംഗയെ ഷോക്ക് അടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് എന്റെ പൊന്നുമോള് ഞാനും ജയിലിൽ പോയി കിടക്കും. നീ ഇത്രയ്ക്ക് മന്ദബുദ്ധിയാണോ ശ്രേയെ? ശരിക്കും ബുദ്ധിയില്ലാത്തതേ അമ്മയ്ക്കാ. അങ്ങനൊരു മണ്ടത്ര ഈ ശ്രേയ കാണിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവളെ ഷോക്ക് എടുപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴേ അതിന് ബലിയാടാകേണ്ട ആളെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. നീ അതൊന്ന് തെളിച്ചു പറ. ദേവി ആന്റി. ഗംഗ മരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഞാൻ ദേവി ആന്റിയുടെ തലയിൽ വെച്ചു കൊടുക്കും. അതിനുവേണ്ടിയാ രാഹുലിനെ കൂടി ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. ഇടി പൊട്ടി, നീ അങ്ങനെ പറഞ്ഞാൽ ഉടനെ ആരാ അത് വിശ്വസിക്കുന്നേ? നാത്തോൻ അങ്ങനെ ചെയ്യുന്നതിനൊരു കാരണം വേണ്ടേ? കാരണമാണോ അമ്മ ഇല്ലാത്തത്? ദേവി ആന്റിയുടെ എതിർപ്പ് അവഗണിച്ച് മഹിയേട്ടൻ ഗംഗയെ വിവാഹം കഴിച്ചു. ആ പകയിൽ ആന്റി ഗംഗയെ കൊന്നു. ആ, നീ ആള് കൊള്ളാലോ. ഇത്രയൊക്കെ ബുദ്ധി നിനക്കുണ്ടായിരുന്നോ? പിന്നെ അമ്മ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നഷ്ടപ്പെട്ടത് പോട്ടേന്നോർത്ത് കരഞ്ഞു കൂവി ഇരിക്കുമെന്നോ? അതോ എടുത്തു ചാടി അബദ്ധം കാണിച്ച് ജയിലിൽ പോയി കിടക്കുമെന്നോ? നിന്റെ ഒരു ബുദ്ധി. ഈ ശ്രേയ ഒരു വിധിയല്ല. ഞാൻ ആഗ്രഹിച്ചത് ഈ കൈലാസത്തിലെ രാജ്ഞിയുടെ പദവിയാ. അത് ഞാൻ നേടിയെടുക്കും. അത് വേണം മോളെ. നിന്റെ ഈ ഐഡിയയിലൂടെ ഗംഗയുടെ ശല്യം മാത്രമല്ല, ദേവയാനിയുടെ ശല്യം ഒഴിഞ്ഞു കിട്ടും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതെ, അത് തന്നെ എന്റെ ലക്ഷ്യം. തോൽക്കാൻ ഇനി എനിക്ക് മനസ്സില്ല. പിന്നെ എന്തിനാ താമസം? അവളെ അങ്ങ് ഷോക്കടിപ്പിച്ച് കൊല്ല്. അധിക നാള് മഹിയുടെ ഭാര്യവേഷം അവള് കെട്ടണ്ട. അടുക്കളക്കാരിയായി വന്നവള് നില മറക്കാതിരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പാടാവേണ്ടി വരില്ലായിരുന്നു. അല്ലടി മോളെ, ഇനി ആ ഗൗരി എങ്ങാനും. ഓ, അമ്മ വേണ്ടാത്തൊന്നും പറയാതെ. ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. പല വട്ടമായിട്ട് കയ്യിൽ വന്നിട്ടും ഈ കൈലാസത്തിന്റെ അവകാശം നമുക്ക് നഷ്ടപ്പെട്ടതാ. ഇത്തവണ വീണ്ടും അത് സംഭവിക്കാൻ പാടില്ല. ഇല്ലമ്മേ, ഇന്ന വേലക്കാരിയുടെ അവസാനമാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.